ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ്. ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുന്ന ഒരു വെളിപ്പാടോടെ. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനെ വിളിച്ചത് വെറുതെ അല്ല കേട്ടോ. ദൈവം അബ്രഹാമിനെ മാനിക്കാമെന്ന് പറയുന്ന ദൈവം അബ്രഹാമിനെ ഭവനത്തിനകത്ത് വെച്ചൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്തതല്ല, അബ്രഹാമിനെ വിളിച്ച് പുറത്തിറക്കി ദൈവം അബ്രഹാമിനെ വേണ്ടി അവിടെ പ്രത്യക്ഷനായി അബ്രഹാമിന് വഴികൾ പറഞ്ഞു കൊടുത്ത് അബ്രഹാമിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത യഹോവയായ ദൈവം. നീ ഒരു കാര്യം ചെയ്യും, വിടേണ്ടത് നീ വിടണം. ഇന്ന് പകലിൽ അബ്രഹാമെ ഒന്ന് നീ വിടേണ്ട കാര്യം, പ്രൈസ് ദി ലോർഡ്, നിന്റെ ദേശത്തെയും പിന്നെ ചാർച്ചക്കാരെ എന്ത് ചെയ്യണം? കളയണം. പ്രൈസ് ദി ലോർഡ്. ദേശത്ത് വിടണം. ദേശത്തിലൊരു പോരുണ്ട്. അത് വിട്ട് ചാർച്ചക്കാരെയും വിട്ട് പിതൃഭവനത്തെയും നീ വിട്ട് നീ പുറത്തു വരണം. എന്നിട്ടാണ് ദൈവം അവന് ദൂത് കൊടുക്കുന്നത്. എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നത്, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്ന് പകൽ നീ ഒരു അനുഗ്രഹമായിരിക്കും. ദൈവദാസനെ, ദൈവദാസിയെ, നീ ഒരു അനുഗ്രഹമായിരിക്കും കേട്ടോ. ആരൊക്കെ നിന്നെ ശപിച്ചാലും നീ ദൈവസന്നിധിയിൽ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിനെ വിളിച്ച് കർത്താവ് ചില അത്ഭുതങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചു. ചിലതൊക്കെ കാണുവാൻ അബ്രഹാമിനെ ദൈവം തന്റെ കണ്ണുകൾ തുറന്നു. ചിലതൊക്കെ ഗ്രഹിപ്പാൻ തന്റെ പ്രത്യാശ വർദ്ധിപ്പിച്ചു. അബ്രഹാമിന് ദൈവം നിരവധി പ്രാവശ്യം അബ്രഹാമിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനായി ആലോചന കൊടുത്തു, അരുളപ്പാട് കൊടുത്തു, ദൂത് കൊടുത്തു. ദൂതിനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് പോലെ അബ്രഹാമിനെ കുടുംബത്തെ കർത്താവ് പരിപാലിച്ചു. ഏതെല്ലാം സ്ഥലത്ത് പോയാലും അവിടെ എല്ലാം അബ്രഹാമിനെ മാനിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ മാനിക്കം കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആർക്കും തടയാൻ കഴിയില്ല. ദൈവം കണ്ടോ, അബ്രഹാമിനോട് കൂടെ ഇറങ്ങിയവരെല്ലാം പകുതി വഴി വെച്ച് നശിച്ചു പോയപ്പോൾ, പക്ഷെ അബ്രഹാമിനെ വിളിച്ച് ദൈവം അബ്രഹാമിനെ ഏത് തലത്തിൽ ഉയർത്താമെന്ന് പറഞ്ഞോ ആ തലത്തിൽ. നോക്കിവിടെ പറയുന്ന വാക്യം ശ്രദ്ധിച്ചേ. അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ആഴത്തിൽ കിടക്കുന്ന ഒരു ദൂത് കൊടുക്കുക. ഞാൻ നിന്നെ ഇതുവരെ നീ കാണാത്ത ഒരു ദേശം, നിന്നെ കാണിപ്പാനിരിക്കുന്ന. സ്തോത്രം അല്ലേ? അടുത്തും 3-ാമത്തെ വാക്യം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അപ്പോ നിന്നെ ശപിക്കുന്നവരും ഉണ്ടാകും. ദൈവം വിളിച്ചിറക്കിയവനെ ശാപത്തിന്റെ കൂമ്പാരം ഉണ്ടാകും. ദൈവം നിന്നെ വിളിച്ചിറക്കിയെങ്കിൽ, ഇന്ന് നീ ദൈവവചനം പ്രസംഗിക്കുന്നെങ്കിൽ, ഇന്ന് സാക്ഷ്യം പറയുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നീ നിൽക്കുന്നെങ്കിൽ, ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിനക്കെതിരെ ശാപങ്ങൾ ഉയരാൻ സാധ്യതകൾ ഏറെയാണ്. സാധ്യതകളെ തള്ളിക്കളയാൻ കഴിയില്ല. അബ്രഹാമേ, നിന്നെ ശപിക്കുന്ന ഒരു ഗ്രൂപ്പ് നിന്റെ ഫ്രണ്ടിൽ വരും. ഹല്ലേലൂയ. വാക്ക് കൊടുക്കുക, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അടുത്ത വാക്ക് നോക്കിയേ, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക്, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. കണ്ടോ,
നിന്നെ ശപിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? ശപിക്കും. മുഖവും നോക്കാതെ ശപിക്കും. അതാരാണെങ്കിലും, നിന്റെ അമ്മയാണെങ്കിലും, നിന്റെ ഭാര്യയാണെങ്കിലും, നിന്റെ മക്കളാണെങ്കിലും, നിന്റെ ബന്ധുക്കളാണെങ്കിലും, നിന്റെ അപ്പനാണെങ്കിലും, ഇനി ആരാണെങ്കിലും നിന്നെ ശപിക്കാൻ വാ തുറന്നാൽ ഞാൻ അവനെ ശപിക്കും. ഇത്രയും ദൂത് തന്നെങ്കിൽ പിന്നെ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? ഇറങ്ങിക്കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി? 2025 7-ാമത്തെ മാസം ഇറങ്ങിക്കൂടെ? ഇനി എന്തിനാ ആലോചിക്കുന്നത്? എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? വേറെ എന്തിനേക്കാളും ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിയവനെ ദൈവം കൈവിടത്തില്ല. മനുഷ്യൻ കൈവിടും, ഉറപ്പാ. നിന്റെ ആരോഗ്യം കാണുമ്പോൾ, സൗന്ദര്യം കാണുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒരു കൂട്ടം പേര് കൂടും. പക്ഷേ നിന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, സൗന്ദര്യം കുറയുമ്പോൾ, സമ്പത്തുകൾ കുറയുമ്പോൾ, ഭൂമിപരമായിട്ടൊന്നും ഒന്നുമില്ലാതിരിക്കുമ്പോൾ നിന്നെ ആർക്കും വേണ്ട. എല്ലാവരും നിന്നെ മാറ്റി നിർത്തും. പക്ഷേ 3-ാം വാക്യം പറയുന്നത്, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും, ഒരു ഗ്രൂപ്പിനെ പോലും മാറ്റി നിർത്തിയില്ല, സകല വംശങ്ങളും എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നീ ഏതിൽ കൂടെ വരും? ശാപത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ചില നിന്ദകളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ചില വേദനകളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നവർ നാളെ നമ്മെ ഒറ്റുകൊടുക്കുന്ന നിലയിൽ കൂടെ കടന്നു പോകേണ്ടി വരും. ഇന്ന് നിന്നെ സഹായിക്കുന്നവർ നാളെ നിനക്ക് നേരെ ആമേൻ ആ പാര പണിയുമ്പോൾ അതിൽ കൂടെ നീ കടന്നു പോകേണ്ടി വരും. നീ കാണാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ നീ അതിൽ കൂടെ കടന്നു പോകേണ്ടി വരും. നീ ചെയ്യാത്ത തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ നീ ആ ഭാഗത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്നെ ചില മേഖലയിൽ കൂടെയൊക്കെ ആമേൻ നിന്നെ കടത്തി വിട്ട് മുമ്പിലോട്ട് പോകേണ്ടിയൊക്കെ വരും. പക്ഷേ നിന്നാൽ ഞാൻ ഒരു കൂട്ടത്തെ അല്ല, സകല ജാതികളെയും സകല വംശങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അബ്രഹാമിനോട് പറഞ്ഞ വാഴ്ത്തത്വം, അബ്രഹാമിനോട് പറഞ്ഞ ദൂതുകൾ, അബ്രഹാമിനോട് പറഞ്ഞ സകല അനുഗ്രഹങ്ങളും ജനത്തിന്റെ മേൽ കർത്താവ് നൽകണമേ. ഒത്തിരി വേദനയിലിരിക്കുന്നവരുണ്ട്, ഒത്തിരി പ്രയാസത്തിലിരിക്കുന്നവരുണ്ട്, ഒത്തിരി ഞെരുക്കത്തിലിരിക്കുന്നവരുണ്ട്. ദൈവം അവരെ മാനിക്കണം. അവരോട് കർത്താവ് ഇടപെടുമാറാകണം, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ്